ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2024 PSC നടത്തിയ 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിലെ 80 GK ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള സെക്കൻഡ് ഫേസിലെ ആദ്യത്തെ 20 GK ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വേണ്ടവർക്ക് 5/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായവ ഏത്? 1. മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന 1ഉം 2ഉം മാത്രം. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അതേപോലെ കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള പോലീസ് ആസ്ഥാനം തൃശ്ശൂർ. അതിൽ തെറ്റ് വന്നത് പോലീസ് സേനയുടെ മേധാവി DGP അല്ല. DGP ആണെന്നാണ് ക്വസ്റ്റ്യൻ. DGP അല്ല പോലീസ് സേനയുടെ മേധാവി. പോലീസ് വകുപ്പിൻ്റെ മേധാവി പദവി പോലീസ് ഡയറക്ടർ ജനറൽ ആണ്. പോലീസ് ഡയറക്ടർ ജനറൽ ആണ് പോലീസ് വകുപ്പിൻ്റെ മേധാവി. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ DGP ആരാണ്? ടി അനന്തശങ്കര അയ്യർ. ടി അനന്തശങ്കര അയ്യറാണ് കേരളത്തിലെ ആദ്യത്തെ DGP. അതേപോലെ കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പൊൽ ആപ്പ്. ഒന്നുകൂടെ നോക്കിയാലോ. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവി പോലീസ് ഡയറക്ടർ ജനറൽ ആണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ DGP ടി അനന്തശങ്കര അയ്യർ. കേരളത്തിലെ ആദ്യത്തെ DGP ടി അനന്തശങ്കര അയ്യർ. കേരള പോലീസിൻ്റെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭിക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ പൊൽ ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. ഇതിൽ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. 1, 2, 4 ശരിയാണ്. 3 മാത്രമാണ് തെറ്റ്. 1 ബക്രാനങ്കൽ സത്ലജ് ശരിയാണ്. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. അതിൽ തെറ്റ് എന്താ വന്നത്? തെഹ്രി ഡാം കൃഷ്ണ നദിയിലാണ്. അത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹ്രി. ആ തെഹ്രി അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദി ഏതാ? ഭഗീരഥി നദിയാണ്. തെഹ്രി ഡാം ഭഗീരഥി നദി. തെഹ്രി ഡാം ഭഗീരഥി നദി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് സർദാർ സരോവർ. സർദാർ സരോവർ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം 1987. നെഹ്റുവാണ് തറക്കല്ലിട്ടത്. അതേപോലെ ഈ പദ്ധതിയെ എതിർത്ത പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവൻ ആന്തോളൻ. അതിൻ്റെ സ്ഥാപക മേധാ പട്കറാണ്. ഒന്നുകൂടെ നോക്കിയാലോ. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹ്രി ഡാം ഭാഗീരഥി, സർദാർ സരോവർ നർമ്മദ. അടുത്ത ക്വസ്റ്റ്യൻ: വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1 കണ്ണൂർ ജില്ലയിലെ പാട്യത്തു ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന 1, 2, 3 ശരി. 4 മാത്രമാണ് തെറ്റ് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള പ്രസ്താവന തെറ്റാണ്. വാഗ്ഭടാനന്ദനെ പറ്റി 2-3 പോയിന്റ്സ് നോക്കാം. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും
വാഗ്ഭടാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അപ്പോൾ ഏതായാലും വക്കം അബ്ദുൽ ഖാദർ മൗലവീനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം, 2-3 പോയിന്റ്സ് നോക്കാം. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം മൗലവി ഇസ്ലാമിക തത്വങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി 1931 ആരംഭിച്ച മാസികയാണ് ദീപിക. ദീപിക മാസിക വക്കം മൗലവി പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത് 1931. വക്കം മൗലവി ആരംഭിച്ച പത്രം സ്വദേശാഭിമാനി പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. അതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ 3 പ്രസ്താവനയും ശരിയാണ്. അതിൽ തെറ്റ് എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനമായിരുന്നില്ല സത്യാഗ്രഹികളുടെ ആവശ്യം. പിന്നെ എന്തായിരുന്നു? വൈക്കം ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. ക്ഷേത്രപ്രവേശനമായിരുന്നില്ല ആവശ്യം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആചരിച്ചത് 2024. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആചരിച്ചത് 2024. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നായിരുന്നു സമരത്തിൻ്റെ ലക്ഷ്യം. 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത്? 1. പ്രിസെപ്റ്റസ് ഓഫ് ജീസസ്. 2. തുഫത്ത് ഉൽ മുവാഹിദീൻ. 3. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 4. സതിഹിത ബോധിനി. ഇതിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് സതിഹിത ബോധിനിയാണ്. അതേപോലെ രാജാറാം മോഹൻ റോയ് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രചാരകൻ എന്നറിയപ്പെടുന്നു. ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. സതിഹിത ബോധിനി എന്ന രചന വീരേശലിംഗം, ആന്ധ്ര രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന ആളുടെയാണ്. സ്ത്രീകൾക്കായി സതിഹിത ബോധിനി എന്ന മാസിക ആരംഭിച്ചത് ആന്ധ്ര രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായ വീരേശലിംഗത്തിൻ്റെതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. അതിൽ ശരി ഏതൊക്കെയാ? 2ഉം 3ഉം ആണ് ശരി. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ശരിയാണ്. കേരള മീഡിയ അക്കാദമി എവിടെയാണ് വരിക? കാക്കനാട് കൊച്ചിയാണ്. കേരള മീഡിയ അക്കാദമി കാക്കനാട് കൊച്ചി. കേരള ലളിതകലാ അക്കാദമി ചെമ്പുകാവ് തൃശ്ശൂർ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കേരള മീഡിയ അക്കാദമി കാക്കനാട് കൊച്ചി, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി ചെമ്പുകാവ് തൃശ്ശൂർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലിം. 2. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. 3. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920
ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. ഇതിൽ ശരിയായ പ്രസ്താവന, എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഗാന്ധിജി തൻ്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ പ്രസിദ്ധീകരിച്ച പത്രം ഹരിജനാണ്. ഹരിജൻ ആരംഭിച്ച് 1933. ഹരിജൻ പത്രം ആരംഭിച്ചത് 1933. ഗാന്ധിജി തൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം ഏതാ? ഭഗവത്ഗീത. അതേപോലെ ഗാന്ധിജി ആദ്യ കേരള സന്ദർശനം നടത്തിയത് 1920. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത് 1920. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോൺ. അതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. തെറ്റായ ജോഡി ഏതാ? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ. അത് തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് മനില ഫിലിപ്പീൻസിലാണ് അതിൻ്റെ ആസ്ഥാനം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസ്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി 1966 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥാപിച്ചത്. നാറ്റോ സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1949. നാറ്റോൻ്റെ ആസ്ഥാനം ബ്രസൽസ്. ഇൻ്റർപോൾ ലിയോൺ ആണ്. ഇൻ്റർപോൾ സ്ഥാപിതമായ വർഷം 1923. ഗ്രീൻ പീസ് ആസ്ഥാനം ആംസ്റ്റർഡാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദ്. ഇത് കുറേ പ്രാവശ്യം PSC PYQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബറവയാണ് ആൻസർ. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സർ സിഡ്നി ബർണാഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 1 പഞ്ചാബ് ഹിമാലയം, 2 കുമയൂൺ ഹിമാലയം, 3 നേപ്പാൾ ഹിമാലയം, 4 അസം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾക്കിടയിൽ. പഞ്ചാബ് ഹിമാലയം സിന്ധു സത്ലജ് നദികൾക്കിടയിൽ. കുമയൂൺ ഹിമാലയം സത്ലജ് കാളി നദികൾക്കിടയിൽ. നേപ്പാൾ ഹിമാലയം കാളി ടീസ്റ്റ നദികൾക്കിടയിൽ. അസം ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര നദികൾക്കിടയിൽ. അടുത്ത ക്വസ്റ്റ്യൻ. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. അതിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമപ്രകാരം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറഞ്ഞാൽ കൽക്കരി വേർതിരിച്ചെടുക്കാൻ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കുഴിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഇത് നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ്. അതിൽ 3 ഓപ്ഷൻസും കൂടെ ഉണ്ട്, അത് നോക്കാം. ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ തുറന്ന കുഴിയിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന ഒരു ഉപരിതല ഖനന സാങ്കേതിക വിദ്യയാണ് ഓപ്പൺ കാസ്റ്റ് മൈനിങ്. ഹൈവാൾ മൈനിങ് എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോൾഡ് മെഷീനുകൾ ഉപയോഗിച്ച് തുറന്ന ഹൈവാളുകളിൽ നിന്ന് ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന ഉപരിതല ഖനന പ്രക്രിയയാണ് ഹൈവാൾ മൈനിങ്. പ്ലേസർ മൈനിങ് എന്ന് പറഞ്ഞാൽ നദീതടങ്ങൾ, കടൽ തീരങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് വിലയേറിയ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് പ്ലേസർ മൈനിങ്. അപ്പോൾ ഇതിൽ നിരോധിച്ച ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. അടുത്ത ക്വസ്റ്റ്യൻ. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ.
മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 16. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. നറോറ ആണവ നിലയം ഉത്തർപ്രദേശ്. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. താരാപൂർ മഹാരാഷ്ട്ര. റാവത്ബട്ട് കോട്ട രാജസ്ഥാൻ. നറോറ ഉത്തർപ്രദേശ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. കസാൻ, റഷ്യ. ഇത് ഫസ്റ്റ് ഫേസിലും വന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. കട്ടിയുള്ള കരിമ്പൻ സിറപ്പിൽ നിന്ന് നിർമ്മിക്കുന്ന ശുദ്ധീകരിക്കാത്ത അസംസ്കൃത പഞ്ചസാരയാണ് ഖണ്ഡസാരി. കട്ടിയുള്ള കരിമ്പിൻ സിറപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ശുദ്ധീകരിക്കാത്ത അസംസ്കൃത പഞ്ചസാര അറിയപ്പെടുന്നതാണ് ഖണ്ഡസാരി. ഗുർ എന്നത് പ്രകൃതിദത്തമായ കരിമ്പിൻ്റെ ഉൽപ്പന്നമായ ശർക്കരയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. അത് ഡിലീറ്റഡ് ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ധാതുക്കൾ ഉപയോഗങ്ങൾ, അതേപോലെ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ നോക്കാം. വെള്ളി എന്തിനൊക്കെ ഉപയോഗിക്കാം? ആഭരണ നിർമ്മാണം. രാജസ്ഥാനാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. സ്വർണം ആഭരണ നിർമ്മാണത്തിന് കർണാടകയാണ്. കർണാടകയിലാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബോക്സൈറ്റ് ഒഡീഷ. അബ്രം ആന്ധ്രാപ്രദേശ്. ഓക്കെ. 20ാമത്തെ ക്വസ്റ്റ്യൻ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗോള സുസ്ഥിര വികസനം ആയിട്ട് ബന്ധപ്പെട്ടതാണ് അജണ്ട 21. ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 179 കേട്ടോ. ഭൗമ ഉച്ചകോടിയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അജണ്ട 21, പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച റിയോ പ്രഖ്യാപനം, വനതത്വങ്ങൾ, ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ. 21ാം നൂറ്റാണ്ടിൽ മൊത്തത്തിലുള്ള സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും ഭാവിയിൽ നടപ്പാക്കേണ്ട പദ്ധതികളെയാണ് അജണ്ട 21 പ്രതിനിധീകരിക്കുന്നത്. അജണ്ട 21ൻ്റെ മുദ്രാവാക്യം ആഗോളതലത്തിൽ ചിന്തിക്കുക, പ്രാദേശികമായി പ്രവർത്തിക്കുക. അപ്പോൾ അജണ്ട 21 എന്തൊക്കെയാണ് പറയുന്നത്? 21ാം നൂറ്റാണ്ടിൽ മൊത്തത്തിലുള്ള സുസ്ഥിര വികസനം കൈവരിക്കുന്നതിന് ഭാവിയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെയാണ് അജണ്ട 21 പ്രതിനിധീകരിക്കുന്നത്. മൊത്തത്തിലുള്ള സുസ്ഥിര വികസനം. അജണ്ട 21ൻ്റെ മുദ്രാവാക്യം ആഗോളതലത്തിൽ ചിന്തിക്കുക, പ്രാദേശികമായി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് ആദ്യത്തെ 20 ക്വസ്റ്റ്യനും അതിന് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ബാക്കി ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.